ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വൈശാഖ മാസം, ഇന്നു മുതൽ വൈശാഖ മാസം തുടങ്ങിയാണ്. അതായത് 2025 ഏപ്രിൽ 28 മുതൽ അടുത്ത ഒരു മാസം മെയ് 26 വരെയാണ് വൈശാഖ മാസം. ഈ ഒരു വൈശാഖ മാസത്തിന്റെ പ്രാധാന്യം, എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഏതൊക്കെ രീതികളിലാണ് അനുഷ്ഠിക്കേണ്ടത്, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പം വൈശാഖ മാസം വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമർഹിക്കുന്ന ഒരു മാസമാണ് വൈശാഖ മാസം. മഹാവിഷ്ണു ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് വൈശാഖ മാസം. വൈശാഖം ഇതിന് മാധവ മാസം എന്നും അറിയപ്പെടുന്നു. അതായത് വിഷ്ണു ഭഗവാന്റെ പ്രധാനപ്പെട്ട അവതാരങ്ങൾ പലതും ഈ ഒരു മാസം വൈശാഖ മാസമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് വിശ്വാസം. അപ്പം ഈ ഒരു വൈശാഖ മാസം മഹാവിഷ്ണു ലക്ഷ്മി സമേതനായിട്ട് ഭൂമിയിൽ ഈ ഒരു മാസക്കാലം നിൽക്കുന്നു എന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിന്റെ കൂടെ തന്നെ പല ദേവതകളും ഈ ഒരു സമയം ഭൂമിയിൽ നിൽക്കുന്നതാണ്. അപ്പം മഹാവിഷ്ണു ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുക, ദിവസവും പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ മഹാലക്ഷ്മിയെ, ലക്ഷ്മി ദേവിയെ കൂടി ഈ ഒരു കാലയളവിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ആ ഒരു അനുഗ്രഹം, ദൈവികപരമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ പോലെയുള്ള പ്രസിദ്ധമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ഈ വൈശാഖ മാസത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. പറ്റുമെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് ദർശനം നടത്തുക. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രം, എവിടെ അടുത്ത് എന്തെങ്കിലും വൈഷ്ണവ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ്. പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കാം. അപ്പം വൈശാഖ മാസത്തിന്റെ പ്രാധാന്യം നമ്മൾ ഈ ഒരു മാസം പ്രാർത്ഥനയ്ക്കായിട്ട് ഒഴിഞ്ഞു വെക്കുക. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും രാവിലെയും വൈകിട്ട് നമ്മൾ കുളിച്ച് ശുദ്ധിയായിട്ട് മഹാലക്ഷ്മി അഷ്ടകം കൂടി 3 തവണ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കാവുന്നതാണ്. അതുപോലെ വിഷ്ണു മന്ത്രം ശുക്ലാം ഭരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന വദനാബ്ദായ സർവവിഘ്നോപശാന്തി, വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ദിവസവും ജപിക്കുക. അങ്ങനെ കണക്കൊന്നുമില്ല, പറ്റുമെങ്കിൽ ഒരു 108 തവണയെങ്കിലും ദിവസവും രാവിലെയും വൈകിട്ടും കുളിച്ച് ശുദ്ധിയായിട്ട് ജപിക്കുക. മഹാലക്ഷ്മി അഷ്ടകം 3 തവണ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 തവണ ജപിക്കുക. ഇത് 3 തവണ ജപിക്കാനുള്ള കാരണം ഏകകാല പടേ നിത്യം മഹാപാപ വിനാശന, നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകളെല്ലാം അവിടെ ദൈവം ക്ഷമിക്കുന്നതാണ്. ദ്വികാലം യ പടേ നിത്യം ധനധ്യാന സമന്വിത, നമുക്ക് ധനപരമായിട്ട് ദൈവം നമുക്കൊരു ഉയർച്ചയിലേക്ക് എത്തിച്ചു തരുന്നു. ത്രികാലം യ പടേ നിത്യം മഹാശത്രു വിനാശന, ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിത്തരുന്നു. അതാണ് മഹാലക്ഷ്മി അഷ്ടകം 3 തവണ വെച്ച് ജപിക്കണം ദിവസവും രാവിലെയും വൈകിട്ടും കുളിച്ച് ശുദ്ധിയായിട്ട്. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കയിൽ കാഞ്ചനോടക്കുഴലും അധപിടിച്ചൂതി മന്ദഹസിച്ചും തക്കത്തിൽ പീലിചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിയിടുവാൻ കൈതൊഴുന്നേ. ശ്രീകൃഷ്ണ ഭഗവാനെ, ശ്രീകൃഷ്ണ മന്ത്രം കൂടി ദിവസവും ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ ഒരു മാസം നല്ല കാര്യങ്ങൾക്കായി ഒഴിഞ്ഞു വെക്കുക. നിങ്ങൾ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ദൈവികപരമായിട്ടുള്ള കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ ഒരു മാസം നിങ്ങൾ മാറ്റിവെക്കുക. അപ്പം ഈ ഒരു വൈശാഖ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ആചരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതായത് സ്നാനം, രണ്ടാമത് നാമജപം, മൂന്നാമത് ദാനം. അതിൽ ആദ്യത്തേത് രാവിലെ സ്നാനം. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് മഹാലക്ഷ്മി മന്ത്രം ജപിക്കാം. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം, വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് വിളക്ക് തെളിയിച്ച്. അതുപോലെ തന്നെ സന്ധ്യാസമയത്തും വിളക്ക് തെളിയിച്ച് മന്ത്രങ്ങൾ ജപിക്കുക, നാമങ്ങൾ ജപിക്കുക. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ആ ഒരു വിഷ്ണു കടാക്ഷം, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം, അതുപോലെ ലക്ഷ്മി കടാക്ഷം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു മാസം. ഈ ഒരു മാസത്തിന്റെ പ്രാധാന്യം അതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഗ്രഹം ദേവി ദേവന്മാര് ചൊരിയുന്ന ഒരു മാസം കൂടിയാണിത്. അപ്പം പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാമജപം. ആദ്യത്തേത് സ്നാനമാണ്, രണ്ടാമത്തേത് നാമജപം. നാമം ജപിക്കുക. രാവിലെയും വൈകിട്ടും കുളിച്ച് ശുദ്ധിയായിട്ട് വിളക്കിന്റെ മുന്നിൽ
അതല്ലെങ്കിൽ അമ്പലങ്ങളിൽ ദർശനം നടത്തുക, വൈഷ്ണവ ക്ഷേത്രത്തിൽ ദർശനം നടത്താം, ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്താം. ദർശനം നടത്തി പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യമാണ് ദാനം. ദാനം ചെയ്യുക. കുട്ടികൾക്കും അതുപോലെ അർഹിക്കുന്ന ആളുകൾക്ക് ദാനം ചെയ്യുക. നല്ല വസ്ത്രങ്ങൾ ദാനം ചെയ്യാം, അതല്ലെങ്കിൽ ഭക്ഷണം ദാനം ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പഠന സംബന്ധമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മാസം കൂടിയാണ് വൈശാഖ മാസം. ഇതൊക്കെയാണ് ഈ ഒരു മാസത്തിന്റെ പ്രാധാന്യം. വൈശാഖ മാസം മാസത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള നന്മയും ഐശ്വര്യവും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ദൈവികപരമായിട്ടുള്ള ഒരു കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഈ ഒരു മാസത്തിന്റെ പ്രാധാന്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. വൈശാഖ മാസത്തെ മാധവ മാസം എന്നും അറിയപ്പെടുന്നു. മഹാവിഷ്ണുവിന് വിഷ്ണു ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം കൂടിയാണ് വൈശാഖ മാസം. അപ്പം വിഷ്ണു സമേതനായി ഭൂമിയിൽ നിൽക്കുന്ന മഹാവിഷ്ണുവിനെയും അതുപോലെ ലക്ഷ്മി ദേവിയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കഷ്ടതകളും മാറുന്നതാണ്. ധനപരമായിട്ടുള്ള ഉയർച്ച, ശത്രു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതുപോലെ ഈ ഒരു മാസം എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും എൻ്റെ പൂജാ പ്രാർത്ഥനയിലും നിങ്ങളെ കൂടി ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നന്മയും ഐശ്വര്യവും ലഭിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. അപ്പം ഈ ഒരു മാസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്നു മുതൽ 2025 ഏപ്രിൽ 28 ഇന്ന് മുതൽ വൈശാഖ മാസം തുടങ്ങിയാണ്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ആ ഒരു ദൈവികതയോട് കൂടി പ്രാർത്ഥിച്ച് മുന്നേറുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകാൻ ഞാനും പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.